എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് റസ്മലായി. ഈ ബ്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന തന്നെ പറയാം. അതേപോലത്തെ ഒരു ഡെസേർട്ട് നമ്മൾ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അധികം സമയം വേണ്ട, ഒരു 8-10 മിനിറ്റിനകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെഡ് വേണം, പാല് വേണം, കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പിന്നെ ഏലക്കാപ്പൊടി, ബദാമും പിസ്തയും കുറച്ച് കട്ട് ചെയ്തിടണം. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. വരൂ നമ്മുടെ കിച്ചണിലേക്ക്. ബ്രെഡ് ഇവിടെ ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ പിസ്തയും ബദാമും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഏലക്കാപ്പൊടി 1 ടീസ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. ബ്രെഡ് എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ചോപ്പിംഗ് ട്രേയിൽ വെച്ചിട്ട് ഇത് ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരു റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, എങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ 6 പീസസും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ള ബാക്കി ആ വരുന്ന ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാം. ബ്രെഡ് ക്രംസ് മറ്റേ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കോട്ടിംഗ് ആയിട്ടൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെ ഈ 6 പീസ് ബ്രെഡും അത് കട്ട് ചെയ്തെടുത്തു. വേണമെങ്കിൽ ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഇത് വെച്ച് കട്ട് ചെയ്യുന്നതല്ലോ എളുപ്പം. അതുകൊണ്ട് ഞാൻ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. ഞാനിവിടെ 6 പീസസ് എടുത്തിട്ടുള്ളൂ. അത് കട്ട് ചെയ്ത് മുഴുവനും എടുത്തു. വേണമെങ്കിൽ 2 ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പീസസ് ബ്രെഡ് എടുക്കാം. പക്ഷേ ഞാനിവിടെ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്യാൻ പോവാം. സ്റ്റൗ ഓൺ ചെയ്തു. പാലൊന്ന് തിളച്ച് വരട്ടെ. പാലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിളക്കി കൊടുത്തേക്കാം. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഒന്നിളക്കി കൊടുക്കണം. ഇനി നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകട്ടേക്കും. ഒരു മിനിറ്റ്. മിൽക്ക് മെയ്ഡുമായിട്ട് നല്ലപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടത് കൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇനി പഞ്ചസാര ഒന്ന് ഉരുകി വരണം. ഒരു മിനിറ്റ്. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ വേണം നമുക്ക്. ഒന്നുകിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് കളർ ചേർക്കുന്നുണ്ട്, ലൈറ്റ് യെല്ലോ കളറിൽ. കണ്ടോ, ഒരു ലൈറ്റ് യെല്ലോ കളറാക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ മതി, പക്ഷേ ഇത് ചേർക്കുന്നതുകൊണ്ട് ഒരു ഡ്രോപ്പേ ഞാനൊരു ഇട്ടുള്ളൂ. എന്നിട്ട് അത് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലൊഴിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്.
ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും പിസ്തയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലാട്ടോ. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാറണത് മതി. ഇനിയോ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ ഞാനൊരു ഗ്ലാസ് വെയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓവർലാപ്പ് ചെയ്ത് വെക്കേണ്ട, അല്ലാതെ ഇങ്ങനെ വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ഓവർലാപ്പായി പോകും. ഇവിടെ നമ്മൾ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു പാത്രത്തിലേക്ക് വെച്ചില്ലേ. ഇപ്പോൾ ചെറിയൊരു ചൂടേ ഉള്ളൂ. ഈ ചൂടോടുകൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് സെറ്റ് ആവാനിരിക്കട്ടെ. ചൂടോടുകൂടി വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, കുറച്ച് കഴിഞ്ഞ് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണമായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാൻ ബ്രെഡ് റസ്മലായി ഉണ്ടാക്കിയത് കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. ഉണ്ടാക്കി ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.